റുപ്പീസ് ടേസ്റ്റ് ചെയ്തതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പിൻ്റെ ഒരു നിറവിലാണ്. ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ റംസാൻ നോമ്പിലും, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ അവരുടെ 50 നോമ്പിലും. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സമൂഹങ്ങൾക്കും നിർബന്ധമാക്കിയതാണ് ഈ നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ അധികരിക്കുന്നു, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം പ്രവാചകൻ ആയ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ശാരീരികമായ ഒരു ഉത്കർഷ, അതായത് ശാരീരികമായ നേട്ടത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ 11 മാസം ആഹാരം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ കയറിയിട്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയാനും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡീടോക്സിഫിക്കേഷൻ കൂടെ നടക്കാനും കൂടെ വേണ്ടിയാണ് ഈ നോമ്പ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് നമുക്ക് അത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമല്ല. ഡോക്ടർ രാജേഷ് കുമാർ, ഡോക്ടർ ഡാനിഷ് സലീം, ഇവരെയൊക്കെ നമുക്കറിയാവുന്നവരാണ്. ഇവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് ഒരു എന്താ പറയുക, നോമ്പിലൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ നോമ്പ് ആരംഭിക്കുന്ന സമയത്തും, അതായത് നമ്മൾ ഇടയത്താഴം കഴിക്കുമ്പോഴും, അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെയുള്ള ആഹാരക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം ഒന്നും കൂടെ മെച്ചപ്പെടുത്തി എടുക്കാം ഈ നോമ്പ് കഴിയുന്നതോടുകൂടി എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം രാവിലെ 4:30, അതായത് നമ്മുടെ നോമ്പ് തുടങ്ങുന്ന സമയമാണ്. അപ്പം അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഫുഡാണിത്. മുട്ട, അതായത് നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ട. കാർബോഹൈഡ്രേറ്റ് മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, കടലയോ പയറോ, ഇവിടെ ചെറുപയർ ഉലർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുക്കുംബർ, അത്രയാണ് വെച്ചിരിക്കുന്നത്. അതായത് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം നമ്മളിപ്പോൾ കഴിക്കാനായിട്ട്. പിന്നെ പറഞ്ഞല്ലോ, ചെറുപയർ വളരെ നല്ലതാണ്. അത് വേഗം ദഹിക്കാത്ത ഫുഡാണ് നല്ലത്. മുട്ട നമുക്കറിയാമല്ലോ, പ്രോട്ടീൻ്റെ. മുട്ട കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ കഴിക്കുക, മഞ്ഞ ഒരെണ്ണത്തിൻ്റെ മാത്രമേ കഴിക്കാവുള്ളൂ. പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള, കുക്കുംബർ ഇത് കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടും. വെള്ളം കുടിക്കുന്ന അത്ര അളവ് നമുക്ക് വെള്ളം കുറച്ച് കുടിച്ചാൽ മതി. ഒരു 2.5 ലിറ്റർ വെള്ളമാണ് ഒരാൾ ഒരു ദിവസം 2 തവണയായിട്ട് കുടിച്ചിരിക്കേണ്ടത്. അതായത് നോമ്പ് തുടങ്ങുന്ന സമയത്തും പിന്നെ നോമ്പ് തുറന്നതിന് ശേഷവും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് 14 മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മുടെ ആമാശയം ഇങ്ങനെ ശൂന്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോമ്പ് തുറക്കുമ്പോഴുള്ള ആഹാരം അതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ആവരുത് എന്ന് പ്രത്യേകം ഡോക്ടർമാർ ആ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചായ, കാപ്പി ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കത് ചായയും കാപ്പിയും കുടിക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ എല്ലാ നെഗറ്റീവുകളും ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കേണ്ട സമയമാണ്. അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങൾ നമുക്ക് പരിശീലിച്ചെടുക്കാൻ ഈ നമുക്ക് നോമ്പ് കാലത്ത് സാധിക്കുന്നതാണ്. 5 മണിയോടുകൂടി നമ്മുടെ ഇടയത്താഴം എന്ന ഫുഡ് അവസാനിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് നമ്മുടെ സിംബ കണ്ടോ, അവളെ ടേബിളിൽ കയറ്റാത്തതുകൊണ്ട് പിണങ്ങി കിടക്കുവാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം 6:40 ആയിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിയാ സീഡ്സ് ഇട്ട വെള്ളമാണ് കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് പ്രോട്ടീനും റിച്ചാണ്, പിന്നെ നല്ല ഫൈബർ കണ്ടൻറ്റും ഉള്ളതാണ്. അത് ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈന്തപ്പഴം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ജ്യൂസ് എന്ന് പറയുന്നത് ഇത് ക്യാരറ്റ് ജ്യൂസാണ്. സിട്രിക് ആയിട്ടുള്ള ജ്യൂസ് ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ല, പ്രത്യേകിച്ചും അസിഡിറ്റി ഉള്ളവർ. അപ്പോൾ അതുപോലെ തന്നെ ഈ തണ്ണിമത്തനുമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇഷ്ടം പോലെ അതിനകത്ത് ജലാംശമുണ്ട്, അത് കഴിക്കുന്നത് നല്ല. ഫ്രൂട്ട്സൊക്കെ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുക, ജ്യൂസാക്കാതെ. ഇത് ക്യാരറ്റ് ജ്യൂസാണ് വീട്ടിലുണ്ടാക്കിയത്. പിന്നെ ഇത് പേരയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത പേരയ്ക്കാണ്. അപ്പോൾ നട്ട്സ് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നോമ്പ് തുറക്കുന്നു, പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നു. അതിനുശേഷം നമ്മൾ ഈന്തപ്പഴവും നട്ട്സൊക്കെ കഴിക്കുന്നു. പിന്നീടാണ് നമ്മൾ ജ്യൂസ് ആണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കഴിക്കുന്നത്. അത്രയും കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക്
അത്യാവശ്യം ഉള്ള വിശപ്പ് ഒക്കെ പ്രാർത്ഥനകളൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്കാണ് മെയിനായിട്ടുള്ള ആഹാരം കഴിക്കുന്നത്. മെയിനായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അരി ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ പത്തിരിയോ ആണെങ്കിലും കഴിക്കാം. പിന്നെ പറ്റുന്നിടത്തോളം പുളിപ്പിച്ച ആഹാരങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും അസിഡിറ്റി ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് നമ്മൾ പകലൊക്കെ ഇങ്ങനെ നോമ്പ് ആയിട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ വെള്ളം കുടിച്ച ശേഷം നമ്മൾ നട്ട്സുകളൊക്കെ കഴിക്കുന്നു. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാം. ഇത്രയും കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഏകദേശമൊക്കെ നമുക്ക് നിറയും. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഈ ചിയാ സീഡ്സ് ഇട്ട വെള്ളം ഒത്തിരി നല്ലതാണ് കേട്ടോ. അതായത് നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ പ്രോട്ടീൻ കൂടെ അടങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് കുറേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വെള്ളം ഒന്ന് കുടിക്കണം. വെള്ളം നമുക്ക് ഒരുമിച്ച് കുടിക്കാൻ കഴിയില്ല, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. എന്തായാലും 2 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. 2 രാത്രിയും അതുപോലെ തന്നെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴായിട്ട്. ജ്യൂസ് അതുപോലെ തന്നെ സിട്രിക് ആയിട്ടുള്ള ജ്യൂസ് ഒഴിവാക്കിയിട്ട്, ഇത് ക്യാരറ്റ് ജ്യൂസാണ്, ഇവിടെ ഹോം മെയ്ഡാണ്. ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കയറി കാണുന്നത്. നല്ല ഒരു ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. പിന്നെ ഈ തണ്ണിമത്തനൊക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ധാരാളം ജലാംശം കിട്ടുമല്ലോ. അതുപോലെ തന്നെ കുക്കുംബറും വളരെ നല്ലതാണ്. എണ്ണയിൽ വറുത്തത് എണ്ണയിൽ പൊരിച്ചതുമായ പലഹാരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഈ നോമ്പ് കാലത്ത് ഒഴിവാക്കേണ്ടതാണ്. അത് കുട്ടികളെയും നമ്മൾ ബോധവൽക്കരിച്ച് കൊടുക്കണം. കുട്ടികൾ പിന്നീട് അവർ വലുതാകുമ്പോൾ പിന്നെയും ആ ഒരു ശീലം വരും. അതുപോലെ തന്നെ ആപ്പിളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ചായ കാപ്പിയൊക്കെ പറ്റുന്ന വിധത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഡീഹൈഡ്രേഷന് ഉണ്ടാവുകയും ചെയ്യും കാപ്പിയും ചായയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും കുറച്ച് നേരത്തേക്ക് വിട്ടു നിൽക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ഫുഡെന്ന് പറഞ്ഞാൽ അതൊരു 8 മണിക്ക് ഒക്കെ കഴിച്ചാൽ മതി. 8 മണിക്ക് അതായത് അത്താഴം എന്ന് പറയുന്ന ആ ഫുഡ് 8 മണിക്ക് കഴിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഫുഡ് എപ്പോഴും കുറച്ച് വീതം കഴിക്കുക. വയറ് ഒത്തിരി നിറയാതെ കുറച്ച് വീതം കഴിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ തയ്യാറാക്കിയത് ചക്കപ്പുഴുക്കാണ് കേട്ടോ. ചക്കപ്പുഴുക്കിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് ചിക്കൻ കുറുമയാണ് ചെയ്തിരിക്കുന്നത്. മട്ടണും ബീഫും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിക്കൻ നമ്മൾ കറി വെച്ചും മീനായാലും കറി വെച്ച് കഴിക്കാം. പിന്നെ കുറച്ച് അവിയലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കഞ്ഞിയുണ്ട്. കഞ്ഞിക്ക് പകരം ചോറ് കുറച്ച് എടുത്ത് കഴിച്ചാൽ മതി. കഞ്ഞി അത്ര നല്ലതല്ല. അപ്പോൾ ഇവിടെ കഞ്ഞിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഈ മൈദ ചേർന്ന ഫുഡ് അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി അരി പത്തിരിയൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത് അതാണ് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അത്താഴം അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിയുമ്പോൾ തടിയൊക്കെ കുറയണമെന്ന് താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ല ചൂടൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും